നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടി ഫാമിലിയെ അറിയാത്തവർ കാണുകയില്ല. യൂട്യൂബിലെ വ്ളോഗ് ചെയ്യുന്നതിൽ ഫാമിലി വ്ളോഗേഴ്സാണ് ടി ഫാമിലിയിലെ ഷെഫിയും ഷെമിയും. ഇവരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് തന്നെ ഇവരുടെ പ്രായവ്യത്യാസം കൊണ്ടാണ്. ഷെഫിയേക്കാൾ കുറച്ച് അധികം പ്രായം കൂടുതൽ ഷെമിക്കുണ്ട്. ഇതിൽ ഭർത്താവ് ഷെഫിയും ഭാര്യ ഷെമിയും. ഷെമി മുമ്പ് വിവാഹം കഴിച്ച് രണ്ട് വലിയ പിള്ളേർ, വിവാഹിതരാകാൻ പ്രായമുള്ള 2 പെൺപിള്ളേരുടെ അമ്മയായിരുന്നു ഷെമി. മറ്റ് പല കാരണങ്ങൾ കൊണ്ട്, എന്തൊക്കെയോ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ട് ഭർത്താവുമായിട്ട് അകന്നു കഴിയുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രായവ്യത്യാസമുള്ള ഷെഫിയുമായി വിവാഹിതരായി ജീവിക്കുകയാണ്. ഇവരുടെ ഈ പ്രായവ്യത്യാസം കൊണ്ട് തന്നെ ടി ഫാമിലി വളരെയധികം ചർച്ചകൾക്ക് യൂട്യൂബിൻ്റെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ വളരെയധികം ചർച്ചയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഷെഫിയെ വിവാഹം ചെയ്തതിന് ശേഷം ഒരു മോളുണ്ട്. ഇപ്പോൾ രണ്ടാമത് 48 വയസ്സുകാരി ഷെമി വീണ്ടും പ്രഗ്നൻ്റ് ആണെന്നുള്ള വാർത്തകളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. കുറച്ച് നാളുകളായി അവരുടെ വ്ളോഗിൽ സ്കാനിങ് തുടങ്ങി പ്രഗ്നൻസിയുടെ ജേണി ഫുള്ള് കാണിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഓരോരോ വിശേഷങ്ങളും അവർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞ് മരിച്ചു എന്നുള്ള, ഒരു പെൺകുഞ്ഞായിരുന്നു, മരിച്ചു എന്നുള്ള വാർത്തയാണ് കേൾക്കാനിടയായി തീർന്നത്. ആദ്യമൊക്കെ ഇതൊരു തെറ്റായ വാർത്തയാണോ, വെറുതെ കണ്ടൻറ്റിന് വേണ്ടി ഇടുന്നതാണോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. വ്ളോഗേഴ്സ് എല്ലാം വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു, യൂട്യൂബിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, ചർച്ചകൾ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെയധികം പ്രതീക്ഷയോടുകൂടി മൂത്ത കുട്ടിക്ക് കൂട്ടായിട്ട് ആ കുട്ടി വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു രണ്ടാമത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിനായിട്ട്. അതിദാരുണമായി തന്നെ ചില ശാരീരിക പ്രശ്നങ്ങൾ മൂലം, വിഷമതകൾ മൂലം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്ത അവർ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്, ഷെമിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പങ്കുവച്ചപ്പോഴും മറ്റ് വിമർശകരായി കുറേ മനുഷ്യരുണ്ടായിരുന്നു. കുറേ വിമർശിക്കുന്നുണ്ടായിരുന്നു ആളുകൾ. യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ ഇവരുടെ കണ്ടൻറ്റിന് വേണ്ടിയിട്ടുള്ള വ്ളോഗ് ആണെന്ന് പറഞ്ഞ് ഇവരെ വിമർശിക്കുകയായിരുന്നു. പക്ഷേ ഇതിനോടകം തന്നെ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത യൂട്യൂബിൽ പങ്കുവച്ചിരിക്കുകയായിരുന്നു ഷെഫിയുടെയും ഷെമിയുടെയും ജീവിതം വളരെ പ്രായവ്യത്യാസമുണ്ടെങ്കിൽ തന്നെയും വളരെ കെയറിങ് ആയിട്ടുള്ളതും വളരെയധികം ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള രീതിയിലുള്ള ജീവിതമാണ് അവരുടേത്. പ്രായവ്യത്യാസമൊന്നും ഒരു സന്തോഷകരമായ ജീവിതത്തിന് തടസ്സമല്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ഷെഫിയും ഷെമിയും. ഓരോ ദിവസം കഴിയും തോറും അവരുടെ ഓരോ കണ്ടൻറ്റുകൾ വളരെയധികം ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ജനങ്ങൾക്ക് അവരുടെ സ്നേഹത്തിൽ വിശ്വാസമുണ്ടാവുകയും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആശംസകൾ നേരുകയൊക്കെ ചെയ്യുന്നത് കാണാമായിരുന്നു. ആദ്യമൊക്കെ പലതരം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഷെഫിയും ഷെമിയും പിന്നീട് തുടർന്ന് കണ്ടത് ആളുകളുടെ സ്നേഹത്തിന് പാത്രരായി തീരുന്നതാണ്. ശരിക്കും പ്രായവ്യത്യാസമൊന്നുമല്ല കാര്യം, സ്നേഹത്തോടു കൂടി ജീവിക്കുക, ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, കരുതലോടെ പരസ്പരം ഒന്നു ചേർന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് ആളുകൾക്ക് വേണ്ടത്, ഒരു കുടുംബത്തിന് വേണ്ടത് ഇതൊക്കെയാണ്. പരസ്പരം ഒരുമിച്ച് രണ്ടാളുകൾക്കും ഒരുമിച്ച് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥകളിലൊന്നുമല്ല. വളരെയധികം വിഷമതകൾ നേരിട്ട അവസ്ഥയിലായിരുന്നു ഷെഫിയും ഷെമിയും. ആളുകൾ പുറത്ത് കണ്ടാൽ കളിയാക്കലുകളായി മറ്റ് പലതരത്തിലുള്ള യൂട്യൂബുകളിൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഇവരെ ബാധിച്ചില്ല. ഇവരുടെ യൂട്യൂബ് വളർന്നു, ഇവർ നല്ലൊരു വരുമാനം നേടുന്നൊരു ഫാമിലിയായിട്ട് മാറി. അതോടൊപ്പം അവരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ ഉണ്ടാവുകയും ചെയ്തു. അവർ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ പ്രഗ്നൻസി വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചു, മരണത്തിലേക്ക് എത്തിച്ചു എന്ന് പറയാം. ചിലപ്പോൾ പ്രായം 48 ആയതിൻ്റെ വൈഷമ്യങ്ങളായിരിക്കാം. എന്തുതന്നെയായിരുന്നാലും ശാരീരിക പ്രശ്നങ്ങൾ മൂലം ഷെമി വളരെയധികം എങ്കിലും രണ്ടാമതൊരു കുഞ്ഞും കൂടി വേണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിന് അവർക്കത് സാധിച്ചില്ല എന്നുള്ള വിഷമകരമായ വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത്. ഷെഫിയുടെയും ഷെമിയുടെയും ജീവിതം കൂടുതൽ സന്തോഷകരമായിട്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഓരോരോ മനുഷ്യനും ഓരോരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്ന് മുമ്പോട്ട് ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പല വിമർശനങ്ങളും ഇവർ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിലും പല പരിപാടികളിലുമൊക്കെ ഇവർക്ക് വളരെയധികം വിമർശനം നേരിടുന്നതായി കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും മുൻപോട്ടുള്ള യാത്രയിൽ ഇവരൊരിക്കലും മുൻപോട്ട് വെച്ച കാല് പിൻപോട്ട് വെക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ കുടുംബജീവിതം വളരെയധികം സന്തോഷത്തോടു കൂടിയും വളരെയധികം പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് പലതരത്തിലും നേരിടേണ്ടി വന്നപ്പോഴും രണ്ടുപേരെയും ഒരുമിച്ചല്ലാതെ എവിടെയും കാണാൻ കഴിയുന്നതല്ല. ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള അവരുടെ തീരുമാനങ്ങൾ സന്തോഷകരമായിരുന്നു.
അല്ലെങ്കിൽ ആ തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിൽ വളരെ സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിച്ചു പോവുകയായിരുന്നു. അവരുടെ ഓരോ ദിവസവുമുള്ള ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുമ്പോട്ടുള്ള ജീവിതം സന്തോഷകരമായിരിക്കട്ടെ. അവർക്ക് എന്നും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ.